Hello all, welcome to Xylem IAS Mains Excel program, The Art of Answer Writing. ഇപ്പോൾ പ്രിലിംസ് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രിലിംസ് ക്ലിയർ ചെയ്യോ ഇല്ലയോ എന്നറിയില്ല, റിസൾട്ട് വരണം. ഇനി ക്ലിയർ ചെയ്യുമെങ്കിൽ തന്നെ എങ്ങനെ വേണം നമ്മൾ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഒരു നല്ല ആൻസർ അതെങ്ങനെ വേണം എഴുതാനായിട്ട്, അത് എഴുതാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കണ്ടൻറ് പാർട്ട് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ഒരു ചോദ്യം കാണുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ കൊണ്ടുവരണം, അതിൻ്റെ പ്രസൻറ്റേഷൻ ആസ്പെക്റ്റ് എങ്ങനെ ഫോക്കസ് ചെയ്യണം, ഇങ്ങനെ 100 സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും റിഗാർഡിങ് ആൻസർ റൈറ്റിംഗ്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ കാണിക്കും, എങ്ങനെ നമ്മളതിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്യും, ക്വസ്റ്റ്യൻ്റെ ഏതൊക്കെ പാർട്ടുകളാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, എങ്ങനെ വേണം എഴുതാനായിട്ട്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് ഈ വീഡിയോയിൽ നമ്മൾ തരും. അതുകൂടാതെ തന്നെ Xylem IASൻ്റെ തന്നെ ആൻസർ റൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന GS നല്ല സ്കോർ കിട്ടിയവരുടെ ആൻസേഴ്സ് മോഡൽ ആൻസേഴ്സായിട്ട് നമ്മളിതിൽ കാണിക്കുകയും ചെയ്യും. അപ്പം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യൻ കാണിച്ചു കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളൊരു മോഡൽ ആൻസർ എഴുതി നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്നതുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക, ഞാൻ കാണിക്കുന്ന മോഡൽ ആൻസേഴ്സുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക, എന്നിട്ട് വീണ്ടും റീറൈറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ഇവൻച്വലി നമ്മുടെ ആൻസർ റൈറ്റിങ്ങിനെ ബെറ്റർ ആക്കുന്നത്. ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ആൻസർ എഴുതുക, എന്നിട്ട് അനാലിസിസ് കാണുക. അത് കണ്ട ശേഷം വീണ്ടും നിങ്ങൾ നിങ്ങളുടെ മെയിൻസ് ആൻസർ മാറ്റി എഴുതുക. എത്ര വട്ടം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നോ അത്ര എളുപ്പം നമ്മുടെ മെയിൻസിൻ്റെ ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പം ഒരു സ്റ്റാർട്ടിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ചോദ്യം വെച്ചായിരിക്കും ഇനിഷ്യലി ഡിസ്കസ് ചെയ്യുക. പോകെ അതിൻ്റെ നമ്പേഴ്സ് നമ്മൾ കൂട്ടുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The increasing scale of urban heat waves in India has brought attention to limits of traditional city planning. How can heat resilient urban design contribute to long-term climate adaptation? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും UPSC ഇങ്ങനെ ചോദ്യങ്ങൾ തരാറുണ്ട്, വലിയ സ്റ്റേറ്റ്മെൻറ്റുകൾ, അതിനുശേഷം ചോദ്യം. ഇതിൽ ശരിക്കും ക്വസ്റ്റ്യൻ പാർട്ടെന്ന് പറയുന്നത് രണ്ടാമത് വന്നിരിക്കുന്നതാണ്. ഹൗ ക്യാൻ ഹീറ്റ് റെസിലിയൻറ്റ് അർബൻ ഡിസൈൻ കോൺട്രിബ്യൂട്ട് ടു ലോങ് ടേം ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ. ഇതാണ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഇൻക്രീസിങ് സ്കെയിൽ ഓഫ് അർബൻ ഹീറ്റ് വേവ്സ് ഇൻ ഇന്ത്യ ഹാസ് ബ്രോട്ട് അറ്റൻഷൻ ടു ദ ലിമിറ്റ്സ് ഓഫ് ട്രഡീഷണൽ സിറ്റി പ്ലാനിങ്. ഇപ്പം കൂടി വരുന്ന അർബൻ ഹീറ്റ് വേവുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ ആയിട്ടുള്ള സിറ്റി പ്ലാനിങ്ങിൻ്റെ ഗ്യാപ്പുകളെ കാണിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യം എങ്ങനെയാണ് അർബൻ ഹീറ്റ് റെസിലിയൻറ്റ് ഡിസൈൻ ലോങ് ടേം ക്ലൈമാറ്റിക് അഡാപ്റ്റേഷന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ആ പാർട്ടാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ മെയിൻസ് ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എല്ലാ പാർട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ക്വസ്റ്റ്യനെ, അതായത് സെക്കൻഡ് പാർട്ട്, ഹൗ ക്യാൻ ദിസ് ഡിസൈൻ കോൺട്രിബ്യൂട്ട് ടു ദി അഡാപ്റ്റേഷൻ ഉള്ള പാർട്ടിന് നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യണം. പക്ഷേ ഫസ്റ്റ് പാർട്ടും നമ്മൾ ചോദ്യത്തിൽ നമുക്ക് അറിയാം എന്നുള്ളത് കാണിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ ഭയങ്കരമായിട്ട് ഇലാബറേറ്റ് ചെയ്യേണ്ട, പക്ഷേ അതറിയാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കണം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഇറ്റ് കോൺട്രിബ്യൂട്ട് എന്നുള്ളതിനായിരിക്കണം. പക്ഷേ ബാക്കിയുള്ള എല്ലാ പാർട്ടുകളും നമ്മൾ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും കണ്ടൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കാരണം എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു മിഥ്യാധാരണ മാത്രമാണ്. ശരിക്കും കണ്ടൻറ്റ് കുറവായതുകൊണ്ടല്ല എഴുത്ത് ബുദ്ധിമുട്ടാവുന്നത്, പകരം നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ് ശരിയല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും വളരെ സിമ്പിളായിട്ട് ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പെർട്ടൈനിങ് ടു ദ ക്വസ്റ്റ്യൻ, ചോദിച്ച ചോദ്യത്തിന് അനുസൃതമായിട്ടുള്ള വളരെ കോമൺ സെൻസിക്കലായിട്ടുള്ള പോയിൻറ്റുകൾ എഴുതാൻ എല്ലാവർക്കും പറ്റും. അതിന് വേണ്ടത് പ്രാക്ടീസാണ്. പലപ്പോഴും കണ്ടൻറ് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടൻറ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിൾ പോയിൻറ്റ്സിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള ഫാക്ട്സിൻ്റെ അഭാവം മൂലമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നത് പോയിൻറ്റ്സ് അല്ല. ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്നത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യേണ്ട ഫാക്റ്റുകളായിരിക്കും. അപ്പോൾ ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂടുതൽ ക്ലാരിറ്റി അതിൽ വരും. അപ്പോൾ നമ്മൾ നോട്ട് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ആൻസർ എഴുതുമ്പോഴൊക്കെ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിൽ വെക്കണം. ചിന്തിച്ചിട്ട് കിട്ടുന്ന കാര്യങ്ങൾ, ആലോചിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ നോട്ടിൽ എഴുതരുത്. റാദർ ഒരുപാട് ചോദ്യങ്ങളിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാക്റ്റുകളായിരിക്കണം നമ്മുടെ
നോട്ട് മേക്കിങ്ങിൽ നമ്മുടെ കണ്ടന്റ് പ്രിപ്പറേഷനിൽ നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത്. അഗെയിൻ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആ ചോദ്യത്തിനെ പറ്റി അറിയാം, വി നോ എബൌട്ട് ഇറ്റ് എന്ന് കാണിക്കുന്നതായിരിക്കണം. 10 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്ന ഒരു 100 മീറ്റർ റേസ് പോലെ നമ്മൾ ട്രാക്കിൽ കയറില്ല. ട്രാക്കിൽ കയറാതെ നമ്മൾ ആ പൊസിഷനിൽ നിൽക്കുന്ന ആ പാർട്ടാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വി നോ വേർ വി ആർ ഗോയിങ് ടു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാം. വി നോ ദ തിങ്, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നമുക്കിതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാം എന്ന് കാണിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ് ഏറ്റവും സ്യൂട്ടബിൾ. ചോദ്യം എന്താ നമുക്ക് മനസ്സിലായി, വി നോ അബൌട്ട് ദ തിങ്, നമുക്കതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമുണ്ട്, നമ്മളതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ് ഏറ്റവും സ്യൂട്ടബിൾ. ഇപ്പം ഇതിൽ ഇൻട്രോ എന്ന് നോക്കിയേ. India's rising urban heat waves with temperature exceeding 45 degrees Celsius expose the limits of traditional city planning. Heat resilient urban design is key to climate adaptation and public well-being. ക്ലൈമാറ്റിക് അഡാപ്റ്റേഷൻ, പബ്ലിക് വെൽബീയിങ്ങും ഹീറ്റ് റെസിലന്റ് അർബൻ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റൈസിങ് അർബൻ ഹീറ്റ് വേവ്സ്, പലപ്പോഴും 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ഹീറ്റ് വേവ്സിൻ്റെ ഫ്രീക്വൻസി മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് അർബൻ ട്രഡീഷണൽ സിറ്റി പ്ലാനിങ്ങിൻ്റെ ഡ്രോബാക്സിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഇൻട്രോയാണ്. കുറച്ചും കൂടെ നല്ലൊരു ഇൻട്രോ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഹീറ്റ് വേവ്സിൻ്റെ ഫ്രീക്വൻസിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വേണമെങ്കിൽ ചെറിയൊരു മാപ്പോ അങ്ങനെ എന്തെങ്കിലും വരച്ചിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ടുണ്ടായ ഇൻസിഡൻസ് മാർക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ നന്നാക്കാം. എപ്പോഴും വാല്യൂ ലോഡഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കീവേഡ്സ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും എപ്പോഴും റിവാർഡ് ചെയ്യുക. ഫാക്ട്സ് നിങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട് വെക്കേണ്ട ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. കാരണം നമുക്കത് അറിയാമെന്ന് കാണിക്കലാണ്. ഇപ്പോൾ പോളിറ്റിയിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിളോ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റുകളോ ഒക്കെ നമ്മൾ ഡെലിബറേറ്റ്ലി പ്ലേസ് ചെയ്യണം. കാരണം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്കറിയാം, ഓൾറെഡി ഈ പറഞ്ഞ 45 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ പോലും ടെമ്പറേച്ചർ പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഹീറ്റ് വേവ്സ് ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഓക്കേഷ് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണിത്. ഓക്കെ, ഇനി മെയിൻ പാർട്ട്. എഗെയിൻ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. ലിമിറ്റേഷൻ ഓഫ് ട്രഡീഷണൽ സിറ്റി പ്ലാനിങ്. ട്രഡീഷണൽ പ്ലാനിങ്ങിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്? കോൺക്രീറ്റൈസേഷൻ, ശരിക്കും കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അർബൻ ഹീറ്റ് ഡോമുകൾ ഉണ്ടാകുന്നുണ്ട്. അർബൻ സ്പ്രോൾസ് ഡ്യൂ ടു അൺപ്ലാൻഡ് അർബനൈസേഷൻ. ഗ്രീൻ കവേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഭയങ്കര കണ്ടൻസ്ഡ് ആയിട്ട് ഭയങ്കര ഡെൻസ് ആയിട്ടുള്ളൊരു പ്ലാനിങ് ആണ് അർബൻ ട്രഡീഷണൽ പ്ലാനിങ്ങിൽ നടക്കുന്നത്. ഓപ്പൺ സ്പേസസ് പലപ്പോഴും കാണാറില്ല, അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ ട്രാപ്പ് ചെയ്യും. ഇന്നഡക്വേറ്റ് നേച്ചർ ഓറിയൻറ്റേഷൻ. നമ്മൾ പ്രോപ്പറായിട്ട് ഓപ്പൺ സ്പേസസിനെ അതേപോലെ തന്നെ നാച്ചുറൽ സ്പേസസിനെ മാനേജ് ചെയ്യാറില്ല ട്രഡീഷണൽ ആർക്കിടെക്ചറൽ ഡിസൈൻസിൽ. ലാക്ക് ഓഫ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ സിറ്റി പ്ലാനിങ്. പബ്ലിക്കിൻ്റെ അഭിപ്രായങ്ങളൊന്നും പലപ്പോഴും ട്രഡീഷണൽ പ്ലാനിങ്ങിൽ കൺസിഡർ ചെയ്യാറില്ല. ഈ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? എപ്പോഴും റിവാർഡിങ് ആവുക മാക്സിമം ഡയമെൻഷൻസ് നമ്മൾ ആൻസറിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. എക്സ്പ്ലനേറ്ററി ആയിട്ട് പോയിൻറ്റ്സ് ഒരുപാട് എഴുതി നമ്മൾ നിറയ്ക്കരുത്, പകരം റാദർ ഫോക്കസ് ഓൺ ദ കീവേഡ്സ്. കോൺക്രീറ്റൈസേഷൻ, ക്ലോസ്ലി പേസ്ഡ് ബിൽഡിങ്സ് ക്രിയേറ്റിംഗ് അർബൻ ഹീറ്റ് ഡോംസ്, അത്രയും മതി. 3-4 ലൈനുകളിലായിട്ട് ഇലാബറേറ്റ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ പോയിന്റുകൾ കൊണ്ടുവരരുത്. ആ കീവേഡുകൾ ഫോക്കസ് ചെയ്ത് ഇതേപോലെ തന്നെ വെക്കുക. മൊത്തത്തിൽ ഒരു 10-40 വാക്കുകൾ മാത്രം, ഒരു 10-30 വാക്കുകൾ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. കീവേഡിനെ ഫോക്കസ് ചെയ്തിട്ട് ആ ചോദ്യത്തിൻ്റെ മെയിനായിട്ടുള്ള ഏരിയാസിനെ അഡ്രസ്സ് ചെയ്യുക. എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം? ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ജനറലായിട്ട് വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ എന്നുള്ളൊരു സബ് ഹെഡിങ്ങിൻ്റെ ആവശ്യമില്ല. ചോദ്യത്തിൽ ഡയറക്റ്റായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് റെസിലിയൻറ്റ് ഡിസൈൻ എങ്ങനെയാണ് ലോങ് ടേം ക്ലൈമറ്റ് അഡാപ്റ്റേഷനെ എയ്ഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം മെഷേഴ്സ് ജേർണലിസ്റ്റിക്കലി ആയിട്ട് നമ്മൾ വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ദ തിങ് ഈസ്, ചോദ്യത്തിലുള്ള എന്നാൽ ആരും അഡ്രസ്സ് ചെയ്യാത്ത ഒരു പാർട്ട് നമ്മൾ വെക്കുന്നത് അത് ആക്ച്വലി ഒരു ആഡ് അഡ്വാൻറ്റേജ് ആണ്. അത് നമുക്കൊരു എഡ്ജ് തരും. ഒരു ഫ്ലോ ചാർട്ട് ഇല്ലെങ്കിൽ ഒരു മാപ്പ്, ക്വസ്റ്റ്യനിൽ
ലാറ്റൻ്റ് ആയിട്ടുള്ള പക്ഷേ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാത്തൊരു ഏരിയ കൂടെ നമ്മൾ കൊണ്ടുവന്ന് അതിനെപ്പറ്റി കൂടെ ബ്രീഫായിട്ട് മെൻഷൻ ചെയ്യുന്നത് ഇറ്റ് ഗീവ്സ് എൻ എഡ്ജ്. ബാക്കിയുള്ള ആൻസേഴ്സിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് നിർത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മെഷേഴ്സ് ടു ബി ടേക്കൺ: ഗ്രീൻ ബ്ലൂ ഇൻഫ്രാസ്ട്രക്ചർ, എക്സാമ്പിൾ ഗ്രീൻ റൂഫ്, റീസ്റ്റോറിങ് അർബൻ വെറ്റ്ലാൻഡ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ജേർണലിസ്റ്റിക് ആയിരിക്കണം. ഗ്രീൻ ബ്ലൂ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ക്ലൈമറ്റ് ജിയോ എഞ്ചിനീയറിംഗ് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ജേർണലിസ്റ്റിക് ആൻസേഴ്സ് എന്ന് പറയുന്നത്. എപ്പോഴും നല്ലൊരു ആൻസർ എന്ന് പറയുന്നത് ജേർണലിസ്റ്റിക് ആയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ കൂടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ഇപ്പം ഗ്രീൻ ബ്ലൂ ഇൻഫ്രാസ്ട്രക്ചർ, എക്സാമ്പിൾ ഗ്രീൻ റൂഫുകൾ, അർബൻ വെറ്റ്ലാൻഡ്സിനെ റീസ്റ്റോർ ചെയ്യുന്നത്, ക്ലൈമറ്റ് ജിയോ എഞ്ചിനീയറിംഗ്. അതാണ് നമ്മുടെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള പോയിന്റുകൾ. നമുക്കറിയാവുന്നൊരു പോയിന്റാണ്. എങ്ങനെയാണ് ക്ലൈമറ്റ് ജിയോ എഞ്ചിനീയറിംഗ് നമ്മൾ ചെയ്യുന്നത്? സോളാർ ട്രീസ്, അതേപോലെ തന്നെ ക്ലൗഡ് തിന്നിങ് പോലുള്ള പ്രോസസ്സുകൾ, ക്ലൈമറ്റ് പോളിസി ആക്ഷൻ പ്ലാൻസ് ഇൻ സിറ്റീസ്, സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ ഇൻ സിറ്റീസ്, എക്സാമ്പിൾ സർക്കുലർ എക്കോണമി. സൈഡിലൊരു പടവും വരച്ചിട്ടുണ്ട്, റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ്. അപ്പം ഈ ഒരു പാർട്ടിൻ്റെ ഈ മെഷേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെപ്പറേറ്റ് ഹെഡിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ടു ഗീവ് അസ് ആൻ എക്സ്ട്രാ എഡ്ജ്. ഇപ്പം ആദ്യമായിട്ട് എഴുതുന്ന ഒരാൾക്ക് അത് എഴുതാനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. ഇപ്പം ഈ ഒരു ആൻസർ എഴുതിയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC മെയിൻസിന് 430, 440 റേഞ്ചിലേക്ക് മാർക്ക് വന്നിട്ടുള്ള ഒരാളുടെ ആൻസറാണ് നമ്മൾ കുറച്ചുകൂടെ പ്രസൻറ്റബിൾ ആയിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്. അപ്പം ഈ ഒരു എക്സ്ട്രാ ഹെഡിങ് കൊണ്ടുവന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആ ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി മെയിൻ പാർട്ട്, എങ്ങനെയാണ് ഹീറ്റ് റെസിലിയൻറ്റ് അർബൻ ഡിസൈൻസ് ലോങ് ടേം ക്ലൈമറ്റ് അഡാപ്റ്റേഷനെ എയ്ഡ് ചെയ്യുന്നത്? വളരെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള പോയിന്റുകൾ കൊണ്ടുവരിക, കോമൺ സെൻസിക്കലായിട്ട് ചിന്തിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പോയിന്റുകൾ കൊണ്ടുവരിക, അതിനെ മാക്സിമം അങ്ങനത്തെ പോയിന്റുകളെ ഫാക്ട്സ് വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ഹീറ്റ് റെസിലിയൻറ്റ് അർബൻ ഡിസൈന് അഡാപ്റ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നത്? നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ അർബൻ ഫോറസ്റ്റുകൾ, ഗ്രീൻ റൂഫുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ് റെഡ്യൂസസ് സർഫസ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ഹീറ്റ് റെസിലിയൻറ്റ് അർബൻ ഡിസൈനിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് യൂസ് ഓഫ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. ബിൽഡിങ്സിലും അതേപോലെ തന്നെ സ്ട്രീറ്റുകളിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കാർബൺ സിങ്കുകൾ സ്പെസിഫിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു ഡിസൈനാണ്. എക്സാമ്പിൾ മിയാവാക്കി ഫോറസ്റ്റുകൾ, അർബൻ ഹീറ്റ് ആക്ഷൻ പ്ലാൻസ്. ഓൾറെഡി ക്ലൈമറ്റ് റെസിലിയൻസിന് വേണ്ടി നമ്മൾ എപ്പോഴും മിറ്റിഗേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആളുകളെ പ്രീവാൺ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള മെക്കാനിസംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഓൾറെഡി അർബൻ പ്ലാനിങ്ങിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അർബൻ ഹീറ്റ് ആക്ഷൻ പ്ലാൻസ്, ഇൻ്റഗ്രേറ്റിംഗ് ഏർലി വാർണിംഗ് സിസ്റ്റംസ്, ഹീറ്റ് ഷെൽട്ടേഴ്സ് ആസ് പാർട്ട് ഓഫ് സിറ്റി പ്ലാനിങ്, അഡാപ്റ്റേഷൻ ടു ക്ലൈമറ്റ് എക്സ്ട്രീമിറ്റീസ്. ഇപ്പം ഓൾറെഡി സംഭവിക്കാവുന്ന ഡിസാസ്റ്റേഴ്സുകളെ നമ്മൾ ഫോർസീ ചെയ്ത് അതിനനുസരിച്ച് ആർക്കിടെക്ചേഴ്സ് മാറ്റുക. ഇപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ ബാംബൂ ബേസ്ഡ് ഹൗസുകളുണ്ട്. ഇപ്പോൾ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോകാത്ത രീതിയിലുള്ള ബാംബൂസ് വെച്ചിട്ടുള്ള ഹൗസുകളുണ്ട്. ഇപ്പോൾ ജപ്പാനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ കൊടുക്കും. ഈ എർത്ത് ക്വേക്ക് ഒക്കെ വരുമ്പോഴേക്കും ബിൽഡിങ് വീണ് പോവാതിരിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ഹീറ്റ് റെസിലിയൻറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ സ്പോഞ്ച് സിറ്റീസ്, അതായത് എക്സ്ട്രീമായിട്ടുള്ള ഫ്ലഡുകൾ ഇല്ലെങ്കിൽ അതുപോലത്തെ എക്സ്ട്രീമായിട്ടുള്ള ടെമ്പറേച്ചർ ഇതിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രീൻ സ്പേസസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള സ്പോഞ്ച് സിറ്റീസ് അർബൻ ഫ്ലഡ്സിനെയും ഒക്കെ മിറ്റിഗേറ്റ് ചെയ്യാനും അതുപോലുള്ള സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന സ്പോഞ്ച് സിറ്റീസ് അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹീറ്റ് വേവ്സിനെയും കൗണ്ടർ ചെയ്യാനായിട്ട് ഓൾറെഡി പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ മെഷേഴ്സ് കൊണ്ടുവരണം. വാട്ടർ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ, അർബൻ ലേക്ക്, വെറ്റ്ലാൻഡ്, റെയിൻ വാട്ടർ ഒക്കെ പ്രിസർവ് ചെയ്യാനും ഹാർവെസ്റ്റ് ചെയ്യാനുമുള്ള മെക്കാനിസംസ് ഓൾറെഡി നമ്മുടെ ആർക്കിടെക്ചറിൽ കൊണ്ടുവരണം. ഇതെല്ലാം ഹീറ്റ് റെസിലിയൻറ്റ് അർബൻ ഡിസൈനിൻ്റെ പ്രത്യേകതകളാണ്. ഇത് ലോങ് ടേം ക്ലൈമറ്റ് മിറ്റിഗേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് മെയിൻ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പം ഇത് തന്നെ ആയിരിക്കണം എന്നില്ല ഒരു നല്ല ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു നല്ല ആൻസറാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി നോക്കുക. ഇതേ പോയിന്റുകൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ആൻസറിൽ വന്നു എന്നിരിക്കില്ല.
അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡർ ഫ്രെയിംവർക്ക് സെയിം ആയിരിക്കണം. ഞാനീ പറയുന്ന ഹെഡിങ്ങുകൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ആൻസർ റൈറ്റിംഗ് രീതി എന്ന് പറയുന്നത് ബ്രോഡ്ലി ഞാനീ പറയുന്നതുമായിട്ട് ചേർന്ന് നിൽക്കണം. വളരെ ജേർണലിസ്റ്റിക് ആയിട്ട് മാത്രം നമ്മൾ എഴുതരുത്. അതിന് നല്ലൊരു മാർക്ക് വരണമെന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഹെഡിങ്ങിൽ ഒരു 6-7 പോയിന്റുകളെങ്കിലും ജേർണലിസ്റ്റിക് ആയിട്ടുള്ള പോയിന്റുകൾ കൊണ്ടുവരിക. അതിൽ ഒരു 3-4 പോയിന്റുകളെങ്കിലും നമ്മൾ ഫാക്ട്സ് ഉപയോഗിച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. ഇപ്പോൾ അഡാപ്റ്റേഷൻ ടു ക്ലൈമറ്റ് എക്സ്ട്രീമിറ്റീസ്, എക്സാമ്പിൾ സ്പോഞ്ച് സിറ്റീസ്, അത്രയും മതി. ആ ജേർണലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഫാക്ട്സ് വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫാക്ട് എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര പാടുള്ള ഫാക്റ്റുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, ആധികാരികത കൊടുക്കാനായിട്ടൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പോയിന്റിൽ വെക്കണം. അത്രയേ ഉള്ളൂ. കൺക്ലൂഷൻ. Thus, integrating heat resilient urban design into initiatives like Smart Cities Mission is vital for long-term climate adaptation and sustainable urban development. ഇപ്പോൾ അതിൻ്റെ അകത്ത് സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊണ്ടുവന്നു. എഴുതാൻ വേണ്ടി ഒന്നും എഴുതരുത്. ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ശരി, കൺക്ലൂഷൻ ആണെങ്കിലും ശരി, നമ്മൾ ജസ്റ്റ് പാരഫ്രൈസ് ചെയ്ത്, പലരും ചെയ്യാറുള്ളൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്ത് ഇൻട്രോയിൽ എഴുതുക. നമ്മൾ ഓൾറെഡി എഴുതിയ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് കൺക്ലൂഷനിൽ കൊണ്ടുവരിക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും എക്സാമിനേഴ്സിന് വാല്യൂ ചെയ്യുന്നവർക്ക് മാർക്ക് ഇടാനായിട്ടുള്ള വാല്യൂ അഡീഷൻ പോയിന്റുകൾ, കീവേഡുകൾ ഇൻട്രൊഡക്ഷനിലാണെങ്കിലും കൺക്ലൂഷനിലാണെങ്കിലും ഒക്കെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഞാനീ പറയുന്ന അനാലിസിസുമായിട്ട് അതിനൊന്ന് കമ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് അസ്. സേലത്തിലേക്ക് വിളിച്ചാൽ മതി. മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമുമായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് ഒക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.